പ്രണാമം. എല്ലാവർക്കും പ്രണാമം. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അമ്മ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. വൃശ്ചികോത്സവത്തിൻ്റെ ക്ലേശങ്ങളും സേവനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ എപ്പോഴിടുന്നത് എല്ലാവർക്കും ഒരു ക്ഷണക്കത്തായിട്ടാണ്. ഇത് കണ്ടല്ലോ, 33ാമത് സപ്താഹ യജ്ഞം ഈ ആശ്രമത്തിന്റെ, ചിങ്ങോലി ആശ്രമത്തിന്റെ ഇവിടെ വെച്ച് തന്നെ, ഇതിനത്തെ കോമ്പൗണ്ടിൽ വെച്ച് തന്നെ നടക്കുകയാണ്, ആശ്രമത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ 33ാമത് യജ്ഞത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനു മുമ്പ് ഭഗവാനെ ഒന്ന് സ്തുതിച്ചേക്കാല്ലേ. ഭഗവാനെ പറ്റി എന്ത് പറയുന്നെങ്കിലും ഭഗവാനെ സ്തുതിക്കാതെ പറയാൻ പാടില്ല. പീതാംബരം കരവിരാജിത ശംഖചക്രം കൗമോദഗീ സരസീരുഹം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ഭഗവാനെ, രാധാമാധവ, അങ്ങയുടെ പദാരവിന്ദങ്ങളെ ഞങ്ങൾ സ്മരിക്കുകയാണ്. സ്മരിച്ചുകൊണ്ട് ഈ പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ മാർച്ച് മാസത്തിലെ മഹാഗുരു ശിവപ്രഭാകര സിദ്ധയോശ്വര തീർത്ഥപാദരുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്താണ് ഈ വൃശ്ചികമാസത്തിൽ തന്നെ ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 കാരണമുണ്ട്. ഒന്ന്, നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നിങ്ങളെല്ലാം അപ്പോഴേക്ക് പറയും, അമ്മ ഞങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്. എൻ്റെ ജന്മദിനമായിരുന്നു തുലാമാസത്തിൽ എൻ്റെ ജന്മദിനം. ഞാൻ നിങ്ങൾ പറയുന്ന 7 നൂറ്റാണ്ടുകൾ പിന്നിട്ട് പോയി. ജീവിതത്തിന്റെ 8ാമത്തെ നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒന്നും ആരും അറിഞ്ഞില്ല, ഒരു ഇല പോലും അറിഞ്ഞില്ല ജന്മനക്ഷത്രം പോയത്. നമ്മൾ ഔപചാരികമായിട്ട് ഇട്ടേക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോഴേ എന്തിന്, നമ്മളെല്ലാവരുടെയും ജന്മദിനം ഉണ്ടല്ലോ. അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയും അമ്മയെ എന്താ പറയുന്നത്, സ്വപ്ന ദർശനമാണോ അതോ പ്രത്യക്ഷ ദർശനമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ജന്മദിനം ഘോഷിക്കണ്ടേ. ഒരു അടുത്തടുത്ത ദിവസങ്ങളിലെ ഈ സ്വപ്നം എന്നെ സ്വാധീനിച്ചെന്ന് വേണം പറയാൻ. അപ്പൊ ഞാൻ കരുതി ഒരു പഞ്ചസാര തുലാഭാരം കൊടുത്തേക്കാം ഭഗവാൻ അമ്പലപ്പുഴ. ശരി, ഒരു പഞ്ചസാര തുലാഭാരം കൊടുത്തു. എന്നിട്ടും ഈ കാഴ്ച മാറുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ ദർശനമെന്നോ ദൃശ്യമെന്നോ. അപ്പോഴാണ് ഭഗവാൻ തീർത്ത് പറയുന്നത്, വേറെ ഒന്നും വേണ്ട, ഒരു 7 ദിവസം എൻ്റെ കഥ ആ സംസ്കൃത ഭാഗവതം അങ്ങോട്ട് വിട്ടിരുന്ന് വായിക്കുക. എന്നിട്ട് അതിൻ്റെ കഥകളെല്ലാം പറയുക കുറേശ്ശെ. ആരും വേണമെന്നില്ല. ആ കഥയെല്ലാം പറഞ്ഞ് ഇതുപോലെ യൂട്യൂബിൽ ഇടുന്ന പോലെ കഥയെല്ലാം പറഞ്ഞ് ഒരു പെൻഡ്രൈവിലേക്ക് ആക്കി എടുക്കാന്ന് വീഡിയോ എടുപ്പിക്കുക എൻ്റെ കഥകളെല്ലാം. അപ്പോഴും ഞാൻ സ്വപ്നത്തിൽ ചോദിക്കുന്നത്, ഭഗവാനെ എവിടം തൊട്ട് എടുക്കാൻ പറ്റും? അത് തുടക്കം ഉണ്ടല്ലോ. എന്താണ് മാഹാത്മ്യം, എന്താണ് ഈ ഒരു 7 ദിവസം ഭഗവത് ചരിതം, ശ്രീകൃഷ്ണ ചരിതം നമ്മൾ പാരായണം ചെയ്യേണ്ടതിന്റെ ആവശ്യം, അതിന്റെ ഫലം. അതാണ് നമ്മുടെ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം എന്താ പറയുന്നത്. തലേ ദിവസം മാഹാത്മ്യം പറഞ്ഞാൽ തന്നെ ഒരു വീഡിയോ തീരത്തില്ല. അത് ഞാൻ പിന്നീട് പറയും. അതായത് ശ്രീ പരീക്ഷത്തിന് വേണ്ടി വ്യാസപുത്രനായ ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത 7 ദിവസത്തെ കഥകള്. അതോടുകൂടി അദ്ദേഹത്തിന്റെ മരണഭയം നീങ്ങി. മരണം നീങ്ങിയെന്നല്ല, മരിക്കാനുള്ള ഭയം നീങ്ങി. മരിക്കാൻ എന്തിനാണ് ഈ ഭയം? നമ്മൾ ഈ മർത്യ ലോകം വിട്ട് അമർത്യ ലോകത്തേക്ക് പോകാനായിട്ടുള്ള ആ വഴിയാണ് ശ്രീമദ് ഭാഗവതം. അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഭയവും ഉണ്ടാവില്ല. അപ്പോൾ അജ്ഞതയാണ് ഏറ്റവും വലിയ നമ്മുടെ പോരായ്മ. അപ്പൊ ജ്ഞാനം അജ്ഞാത തത്വമായ അജ്ഞന് ജ്ഞാനം കൊടുക്കുന്നതിന് എൻ്റെ ആത്മാവ് പോലും കൊടുക്കുന്ന ഭഗവാൻ പറഞ്ഞത്. അപ്പൊ എൻ്റെ ഇതപര്യന്തമുള്ള അവസ്ഥയിൽ ഞാൻ ഒരുപാട് യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ ഭാഗവത തത്വമൊക്കെ പറഞ്ഞു എടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാഹാത്മ്യം, പിന്നെ ഗ്രന്ഥ സമാരംഭം, അത് കഴിഞ്ഞിട്ട് 12 അധ്യായങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്.
അപ്പൊ ഇത്തിരി പാരായണം ചെയ്യാൻ നമുക്കൊരു സാമർഥ്യം വന്നാൽ, മലയാളമാണെങ്കിലും നമ്മൾ സംസ്കൃതമാണെങ്കിലും, പിന്നെ നമുക്കൊരു അഹന്ത വരും എല്ലാവർക്കും. പ്രത്യേകിച്ച് സംസ്കൃത ഭാഗവതം പാരായണം വേദിയിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കും. അവിടെ അധികം പേരൊന്നും കാണത്തൂല്ല കേൾക്കാൻ. ഇതങ്ങോട്ട് ഭാഷ പിടികിട്ടുന്നില്ല. പൊതിയ തേങ്ങ കുരങ്ങിന്റെ എന്ന് പറഞ്ഞാൽ ഭാഷ പിടികിട്ടാത്തതുകൊണ്ട് ഇതിൽ കുറഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു ബലം നമുക്ക് കിട്ടണമെങ്കിൽ സംസ്കൃത വാക്കുകൾ തന്നെ അന്തരീക്ഷത്തിലേക്ക് വരണം. വ്യാസപ്രസാദേന ലഭ്യത. വേദവ്യാസ ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്താലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മഹാഗുരുവായ ശിവപ്രഭാര സിദ്ധിയോഗി അദ്ദേഹം ഏറ്റവും അംഗീകരിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവത യജ്ഞമാണ്. അതാണ് അമ്മയ്ക്ക് ഉപദേശ രൂപേണ തന്നിട്ടുള്ളത്. 2000-ലേറെ ഞങ്ങൾ ചെയ്തല്ലോ ഇതുവരെയെന്ന് കണക്കൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ ചരിതം ധ്യാനത്തിലിരുന്ന്, എത്രയോ വർഷങ്ങൾ ധ്യാനത്തിലിരുന്നിട്ടാണ് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ വ്യാസന് കിട്ടുന്നത്. പശ്യന്തി കണ്ടതാണ്. ആ ചരിത്രം മുഴുവനും എഴുതിയതാണ് ഈ 12 അധ്യായങ്ങളിലൂടെ. ലക്ഷണയുക്തമായത് സാധാരണ ഒരു നോവലോ ഒന്നുമല്ല. സർഗം, വിസർഗം, മന്വന്തരങ്ങളെ, ഊതികളെ, ഈശാനി കഥ ഇങ്ങനെ വന്നിട്ട് ആശ്രയം, 10ാമത്തെ സ്കന്ധം ആശ്രയം. ആരെ ആശ്രയിച്ച് വേണം ജീവിക്കേണ്ടതെന്ന്, ആരെ ആശ്രയിച്ച് വേണം നിലനിൽക്കേണ്ടത്, രക്ഷപ്പെടുന്നത്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാന് അവതാരങ്ങളിൽ പൂർണ്ണാവതാരം. അപ്പൊ ദശമം കഥകൾ തന്നെ വളരെ വിപുലമാണ്. ഈ ദശമം കഥകളിലൂടെ മനുഷ്യ മനസ്സിനെ കടത്തിക്കൊണ്ട് നിരന്തരം പോകണം. എന്നാൽ ഇന്നത്തെ യജ്ഞശാലകൾ നമുക്ക് അങ്ങനെ പര്യാപ്തമല്ല. യജ്ഞശാലകളിൽ പൂർണ്ണമായിട്ടിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഗ്രന്ഥം നോക്കാൻ എപ്പോഴും നോക്കിയിരിക്കാൻ കുറച്ചു പേര് വേണം. എന്നെങ്കിലും പരീക്ഷത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ ശുഗവും പരീക്ഷത്തിന് രണ്ടുപേരെ അവിടെ വേണം. ആചാര്യൻ ശുഗം തന്നെയാണെന്ന് സങ്കല്പം. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാപ്രകാശന മത അജ്ഞാനം വിനാശയ. അപ്പൊ പ്രബോധനത്തിന് വരുന്ന ആള് ശ്രീശുഖ ബ്രഹ്മർഷിയെ കൂട്ട് തന്നെ എല്ലാം അറിയുന്ന ആളായിരിക്കണം. ഭഗവാനെ അറിഞ്ഞ് ഭഗവത് കൃപയുള്ള ആളായിരിക്കണം, ഗുരുവായിരിക്കണം. എന്നാ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിരളമായ ആളുകളെ അങ്ങനെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സംസ്കൃതം കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാമർഥ്യം ഭഗവാൻ കൊടുത്താലേ, ഭഗവാൻ കൊടുത്തിട്ടാണ്. പിന്നെ അവർക്ക് അവരറിയാതെ തന്നെ ഒരു അഹന്ത വരും. പക്ഷെ നമ്മുടെ ഈ യജ്ഞത്തിന് എത്തുന്നത് ആചാര്യ കേശവദേവൻ എന്ന് പറയുന്ന ഒരു സ്വാത്വീയനായ ആചാര്യനാണ്. അദ്ദേഹം എഴുത്തച്ഛന്റെ ഫാമിലിയിൽപ്പെട്ടതാണ്. അദ്ദേഹം ആഗമാനന്ദ സ്വാമികളുടെ പിന്തുടർച്ചക്കാരനാണ്. പിന്നെ മൂകാംബിയിലൊക്കെ വായിക്കുന്ന അമ്മയുടെ ഒപ്പം ഇരുന്ന് വായിക്കും. ഈ യജ്ഞം വളരെ സൗമ്യമായിട്ട്, വളരെ സന്തോഷമായിട്ട് ഇവിടെ വെച്ച് കൊണ്ടാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ഗ്രന്ഥം പാരായണം ചെയ്യുക മാത്രമല്ല, ഇതിനോടൊപ്പം ചെറിയ കർമ്മ പരിപാടികളൂടെ ഉണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ഗണേശ ഹവനം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. പിന്നെ ജപിക്കേണ്ടത് വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങളും സൂക്തങ്ങളും. പുരുഷ സൂക്തം എന്ന് പറയുന്ന സംഭവമാണ്. ഈ പുരുഷ സൂക്തം ജപിച്ചു കഴിഞ്ഞാൽ പിതൃക്കളെല്ലാം ശുദ്ധരാകും. ആ സൂക്ത ജപങ്ങളും, ആ സൂക്ത ജപം ജപിക്കുമ്പോഴെല്ലാം പലർക്കും തെറ്റുപറ്റുന്ന ജപിക്കും, പക്ഷെ ഹോമങ്ങളില്ല. നമ്മളൊരാളിനെ പേര് ചൊല്ലി വിളിച്ച ആൾ ആഗതനായി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കത്തില്ലേ ഉപചാരങ്ങൾ, അതുപോലെയാണ് ഹോമം. ഹോമാഗ്നിയാണ് ആവശ്യം കൊടുക്കണം. അതിവിടെ പതിവായിട്ടുള്ളതുകൊണ്ട് ആശ്രമത്തിൽ കൃത്യമായിട്ട് അത് ചെയ്യും. അതിന് തക്കവണ്ണമുള്ള നല്ല വിശ്വാസികളായ തന്ത്രിമാര് തന്നെ നമ്മളോട് സഹായിക്കാൻ എത്തുന്നുണ്ട്. നമ്മൾ പുരുഷ സൂക്ത ഹോമം പ്രധാനമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് പിതൃശുദ്ധിക്കാണ് രാവിലെ. അതുപോലെ തന്നെ ധന്വന്തരി ഹോമം ആചാര്യൻ തന്നെ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവരെല്ലാം ഇത് വിശ്വാസികളാണ്. അപ്പോൾ ധന്വന്തരി, പുരുഷ സൂക്ത, പ്രത്യഞ്ജയ ഇത്യാദി ഹോമങ്ങൾ ഇവിടെ ഉണ്ടാവും. ഈ 7 ദിവസത്തിനിടെ തുടക്കുമ്പോഴും ഉണ്ടാവും. അതാത് ദേവന്മാരെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതാത് ദേവന്മാർക്കുള്ള നേദ്യങ്ങളും കൊടുക്കും. അപ്പൊ ചോദിക്കും, ഗ്രന്ഥത്തിന് നേദ്യം വേണമെന്ന്. നമ്മളെ ഒന്ന് മനസ്സിലാക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ സമൂഹത്തില് ഇന്ന് നാം ജീവിക്കുന്നത് അരോചകമായ ഒരു ലെയറിലാണ്. ശബ്ദ കോലാഹലങ്ങളുടെയും അനിഷ്ട ശബ്ദങ്ങളുടെയും അപശബ്ദങ്ങളുടെയും പറയരുതാത്ത ശബ്ദങ്ങളുടെയും പറഞ്ഞാൽ ബലമില്ലാത്ത ശബ്ദങ്ങളുടെയും ഒരു വ്യവസ്ഥയാണ് നമ്മൾ ഈ ഇരിക്കുന്ന ശ്വസിക്കുന്ന ഈ വായുമണ്ഡലം തൊട്ട് ഏകദേശം
60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 60 ലക്ഷം കിലോമീറ്റർ പോയാലും നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന ചെലപ്പ്, അതായത് നിഷ്പ്രയോജനമായ ചെലപ്പ്, ആർഗ്യുമെന്റ്സ്, ഇതൊരു ഫലമില്ലാതെ പോവുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ മനുഷ്യന്റെ, അതായത് മർത്യൻ, മരിക്കുന്നവൻ എന്നാ പറയുന്ന പേരിട്ടേക്കുന്ന മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് വാക്കുകൾ പുറത്തേക്ക് വരിക. ഇതിന്റെ എല്ലാം പ്രതീകങ്ങള് പ്രതിരൂപങ്ങള് അന്തരീക്ഷത്തിൽ തിങ്ങി നിൽക്കുക. നമ്മൾ സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറയുമ്പോഴേ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ഓരോരുത്തരും പറയുകയാണ്, പ്രത്യേകിച്ച് ഉച്ചഭാഷണിലൂടെ പറയുകയാണ്. ഇത് ശാസ്ത്രീയമായി ഈ ആധുനിക യുഗത്തിലെ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലക്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന വ്യവസ്ഥയില് ചോദിച്ചു നോക്കൂ, ഇതാണ് നിങ്ങളുടെ കാലൻ. ഈ ശബ്ദം, നിങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദകോലാഹലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 51 അക്ഷരം വെച്ച് എഴുത്തച്ഛൻ നമുക്ക് മലയാളം തന്നു. വ്യാസഭഗവാൻ സംസ്കൃതം ദേവഭാഷയാ. സംസ്കൃതം അറിയത്തില്ല എന്ന് വെച്ചാൽ തള്ളി പറയാൻ പാടില്ല. ഈ മന്ത്രങ്ങൾ മുഴുവനും പ്രതിഷ്ഠയുടെ എല്ലാം ദേവഭാഷയായ സംസ്കൃതത്തിലാണ്. അങ്ങനെ ഒരു സംസ്കൃത ചിത്തരാന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ. സംസ്കൃത ചിത്ര ഒരു ലോകമുണ്ട്, ദേവന്മാരുടെ ലോകം. നമ്മളെക്കാൾ കൂടുതൽ പോളിഷ്ഡ് ആയിട്ടുള്ള, അതായത് ഉയർന്ന ബോധമുള്ള ആളുകൾ, ദേവന്മാരുണ്ട്, ദേവലോകമുണ്ട്. അപ്പൊ ഇങ്ങനെ അവിടുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം നമ്മളിങ്ങനെ പലതും പറഞ്ഞ് പകൽ കളഞ്ഞിട്ട് എന്നും ദുഃഖം, എന്നും ദുരിതം, എന്നും കലഹം. ഇതിനാണോ മർത്യ വേഷം കെട്ടി ഇങ്ങോട്ട് വന്നത്? അല്ല, ഇങ്ങോട്ട് വന്ന ഇതിനല്ല. അതായത് ധർമ്മം, അർദ്ധകാമം. ധാർമ്മികമായിട്ട് ജീവിച്ച് അർത്ഥം നേടി കാമങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു പോകാനാണ്. പക്ഷെ നാമും അടുത്ത തലമുറയും കൂടെ ദരിദ്രരും ദുഃഖിതരും കലഹപ്രിയരും രോഗികളുമാക്കി മാറ്റി കഴിഞ്ഞ ഈ വ്യവസ്ഥ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും ചെന്ന് തറയ്ക്കുന്ന നിങ്ങളുടെ ആ ആരോഗ്യ വ്യവസ്ഥയിലേക്കാണ്. ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വാക്കുകളും തെറ്റാണ്. ഓം എന്ന് തൊട്ട് 1 കോടി മന്ത്രങ്ങൾ നമ്മിലുണ്ട്. അതിന് താതാത്മ്യമുള്ള ഒരു ശബ്ദം കേൾക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മാവിന് സ്വസ്ഥത കിട്ടുകയുള്ളൂ, മനസ്സ് ക്ലിയർ, ശാന്തതപ്പെടുകയുള്ളൂ. അപ്പൊ ആധാരചക്രങ്ങൾക്ക് ഓരോന്നിനും വെച്ചിരിക്കുന്ന ലം രം യം വം ഹം ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ 6 ചക്രങ്ങളിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഉണർത്തി അതിലൂടെ നമ്മൾ നല്ല ഊർജതയോടുകൂടി പ്രവർത്തിച്ച് നമ്മൾ ഈ മുക്തി പ്രാപിക്കുക. ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഭഗവാന്റെ പദത്തിലേക്ക്, ഏത് പദമാണെങ്കിലും വിഷ്ണു പാദത്തിലേക്ക്, അതിനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം ഇന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ തന്നെ ഹന്താവാ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട്. പിന്നെ അഹന്ത, എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് പിന്നെ അഹന്ത, ഞാനൊരാളാണ്. ദാരിദ്ര്യവും രോഗവും ശ്വാസം എടുക്കാൻ ഗതിയില്ല. ആ ഇരിക്കുന്ന മനുഷ്യരാണ് നമ്മള്. മിക്കവരും മെഡിസിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രാണശക്തി ഇല്ലാത്ത സമാജമാണ് നമ്മുടെ. പ്രാണശക്തി ഉള്ളവരുടെ സമാജം ഇങ്ങനല്ല. അവര് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കും, പുതിയ പുതിയ ലോകങ്ങളിലേക്ക് പ്രായം. ഓരോ തരത്തിലും നമുക്കറിയാം അവരെപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും. ഊർജം എന്ന് പറയുന്നത് ഊർജ്ജസ്വലം അതല്ലല്ലോ. അപ്പോൾ ഇതിന് എന്താണ്? ഗുരു പരമ്പരയിൽപ്പെട്ട ഞങ്ങൾക്ക് വ്യാസം വസിഷ്ഠനപ്താരം സക്തേ പൗത്ര മകൽമഷം പരാശരാത്മജം വന്ദേ സുഖദാതം തപോനിധി വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമ അവികാരായ ശുദ്ധായ ശുദ്ധജ്ഞാനേകമൂർത്തി നിർമ്മലായ പ്രശാന്തായ ശ്രീ ദക്ഷിണാമൂർത്തിയെ നമ. ഭഗവാന്റെ ഗുരുപരമ്പരയുടെ സ്നേഹമുണ്ട്. ഈ സംസാര സാഗരത്തിൽ കിടക്കുന്ന നികൃഷ്ടരായിട്ട് കിടക്കുകയാണ് ജീവികൾ. നമ്മുടെ വിചാരം എന്താ? നമുക്കെല്ലാം അറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലക്ട് ഉണ്ട്. ആര് തന്ന ബുദ്ധി? ഭഗവാനാണ് ബുദ്ധിയുടെ ഉപജ്ഞാതാവ്. ബുദ്ധി ആരിൽ നിൽക്കുന്നു? ഭഗവാനിൽ നിൽക്കുന്നു. ആ ബുദ്ധികളായ നമ്മള് സമഷ്ടി ബുദ്ധിയായ ഭഗവാനെ നമ്മുടെ ബുദ്ധി കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ ഒതുക്കാൻ പറ്റും? അപ്പോൾ ഈ ബുദ്ധി പോരാ. അതിന് ബുദ്ധിയുടെ അധികാരി എന്ന് പറയുന്നത് സാക്ഷാ ബ്രഹ്മമാണ്. ബുദ്ധി കൊണ്ട് ആർക്കും കിട്ടത്തില്ല, ശക്തി കൊണ്ടും കിട്ടത്തില്ല. പിന്നെന്താ? ഭക്തി കൊണ്ടേ കിട്ടുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ കുറിയിടുക, അമ്പലം വലം വയ്ക്കുക, കാണിക്ക കൊണ്ടിടുക, ബഹളം കൂട്ടുക ഒന്നുമല്ല. സദാപി ഈ ആധാര സത്യമായിട്ടൊന്നുണ്ടെന്ന് വിശ്വസിക്കണം പരമാധികാരിയായിട്ട്. സദാപി ആ ആധാര സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അത് നമ്മളെ കാണുന്നു. അണോരണീയ സാനുസ്മര്യേത സർവസ്യം ആധാരം അചിന്യ രൂപം. നിനക്ക് നിന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യ ആ രൂപം സങ്കല്പിക്കാൻ പോലും പറ്റില്ല.
ഭഗവാൻ പലപ്പോഴായിട്ട് ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നീ മണ്ണ് തിന്നോടാ എന്ന് യശോദ തല്ലുമ്പോൾ വാവളൊന്നു കൊടുത്തു. എല്ലാ ലോകങ്ങളും ഇവിടെ കിടക്കുന്നു. യശോദ ഭയന്നുപോയി. വാവ അടയ്ക്കുണ്ണി എന്ന് പറഞ്ഞു. ഭയന്നുപോയി. അമ്മേ, പണ്ട് എന്റെ വയറ്റിൽ മണ്ണുണ്ട് എന്നാണ് ഒറ്റ വാക്കില ഭഗവാൻ പറഞ്ഞത്. ആനത്തലയോളം വെണ്ണ തരാം അവിടെ ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്കുന്ന പാടും. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ, ആ ഭഗവാന്റെ ചരിതത്തെ വ്യാസഭഗവാനെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു. ഈ കലിയുഗത്തിലെ മനുഷ്യജാതിക്കുള്ള ദുഷ്കൃതമകം പോക്കിയിടുവാൻ ഈ കാർഷ്ണീയത്തിന് മീതെ മറ്റെന്തെന്നുള്ളൂ. ഇക്കണ്ട ഈ ദുരിതങ്ങൾ മുഴുവൻ നിങ്ങൾ ഓരോരുത്തർ പറയുന്നത്, ഞങ്ങൾ റേക്കി ചെയ്യുന്നു, ഞങ്ങള് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്തൊക്കെയോ ഹീലിംഗ് ചെയ്യുന്നു, പ്രാണി, ഇതൊന്നും ശരിയല്ല. ഭഗവാൻ പറയുന്നത് എന്താ? ഞാനല്ലേ മഹാപ്രാണന്. ആ ഭഗവത് ചരിതങ്ങളെ നമ്മൾ കേൾക്കും. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആദ്യമേ തന്നെ ദുഷിച്ച കാതിനെ, അതായത് നീച ശബ്ദങ്ങളും രൗദ്ര ശബ്ദങ്ങളും നിഷേധ ശബ്ദങ്ങളും പ്രതിഷേധ ശബ്ദങ്ങളും ഉണ്ടാക്കി ചെവി നിറഞ്ഞിരിക്കുകയാണ് ഈ സമാജത്തിന്റെ. പ്രഷറും ഷുഗറും നിരാശയും ഡിപ്രഷനും പിന്നെ വൈരാഗ്യവും ഇതെല്ലാം ഉണ്ടാവുക. പരസ്പര വിരോധവും, തമ്മിൽ കണ്ടാ കടിച്ചു തിന്നണം. ഇത് ഡിലീറ്റ് ചെയ്യാൻ ഒരു മരുന്നുമില്ല. അതിനാണ് ശ്രവണം, ഭാഗവത ശ്രവണം. ഭഗവാൻ പറഞ്ഞ എന്താ? ഈ കലിയുഗം വന്നു, ഇനി എന്താ ചെയ്യണ്ടേ? ഭക്തി ഉണ്ടാവില്ല, ഭഗവാനോട് പ്രേമം ഉണ്ടാകത്തില്ല, ഭൗതിക വസ്തുക്കളോടാണ്. ഭഗവാൻ പറയുന്നത് വിഷയാന്ധ്യായതേ ചിത്തം വിഷയം പ്രാപ്യത. സ്വത്തും പണവും പദവിയും കേൾവിയും ഒക്കെയാണ് മനസ്സ്. വിഷയങ്ങളാണ്, നിറയെ വിഷയങ്ങളാണ്, നിറയെ വിഷയങ്ങളാണ്. അത് ചിന്തിച്ച് ചിന്തിച്ച് മതികെട്ട് നടക്കുന്നു ചിലർ, അല്ലേ? മാറി എന്നിട്ട് അല്പസമയം എന്താ നിങ്ങൾ പറയുന്ന ധ്യാനം, ഈ ബാഹ്യ ലോകത്തുനിന്ന് അകത്തേക്ക് മനസ്സിനെ ഒന്ന് മാടി വിളിച്ച് നോക്കും, പറയാം എന്തൊക്കെയാ ചിന്തിച്ചിട്ടുള്ളത്. അത് ഞങ്ങളെ പോലുള്ള സാധകന്മാര്, ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ പരമജ്ഞാനിയാണെന്ന്, പക്ഷെ ഈ മായകാട്ടും വിലാസങ്ങൾ ഓർക്കുമ്പോൾ, ഈ മനുഷ്യൻ കാണിക്കുന്ന കോലാഹലങ്ങളും ഇതെല്ലാം എന്താ വെറും നിസ്സാരമാണ്. അവനറിയില്ല അവന്റെ മരണം, അവന്റെ പന്നകം, മൃത്യുപന്നകം പുറകെ കൊണ്ടുവരുക ജനിക്കുമ്പോഴേ. അവൻ ഭയങ്കര ബുദ്ധിമാനാണെന്നാണ് പറയുന്നത്, പക്ഷെ അവന് ആഹാരത്തിനില്ല, ആരോഗ്യമില്ല. ഇത് കണ്ട് ഞങ്ങള് ഗുരുപരമ്പരയിൽപ്പെട്ടവർ ചിരിക്കും. ചിരിച്ചങ്ങ് തള്ളി നിങ്ങളെ ഉപേക്ഷിക്കുകയല്ല. പഠിച്ചു എന്താ വേണ്ടത്. അപ്പോഴേ കിട്ടിയ ഏക ഉത്തരം ശ്രീകൃഷ്ണ ചരിതം തന്നെ. ശ്രീകൃഷ്ണ ഭാഗവതം, ഭഗവാന്റെ വിഷ്ണു ചരിതം. ആ ചരിതം ഒന്ന് പാരായണം ചെയ്താൽ ഏകദേശം നമ്മളെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഒരു 5 മണിക്കൂർ നേരം നമ്മളെ ഒരു സ്ഥാനത്ത് ശാന്തമായിരിക്കണം. അവിടെ ഓർഗനും തബലയും എല്ലാം കൂടിയിട്ട് കൊട്ടുന്ന വാദ്യകോളങ്ങളല്ല. ഈ അക്ഷരം, അകാരം ഉകാരം അകാരങ്ങൾ ഓങ്കാരം മൊത്തം അതാ. ആ അക്ഷരങ്ങള് കൃത്യമായിട്ട് ആചാര്യന്മാര്, അഭ്യാസമുള്ള ആചാര്യന്മാര് ഉച്ചരിച്ച് അത് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ എവിടെ ഇരുന്ന് വായിക്കുന്നല്ല, എവിടെ വരെ അത് പോകുന്നു എന്നുള്ള അറിയണം. ഇതിന്റെ റേഞ്ച് മുകളിലേക്ക് പോയിട്ട് ദേവന്മാരും ഋഷിമാരും മഹത്തുക്കളും ആ ഭൂമിയിലേക്ക് ശ്രദ്ധ വെക്കും. അതാണ് ശ്രീകൃഷ്ണ ഭാഗവതത്തിന്റെ ശക്തി. അതുകൊണ്ട് ഈ കോലാഹലപുരിയിൽ പ്രപഞ്ചം, ഈ നമ്മുടെ നാടൊരു കോലാഹലപുരിയാണ്. ഒരുപാട് വ്യസനം നമുക്കുണ്ട് ഇത് പറയുമ്പോൾ. അറിവില്ലാതെ കാണിച്ചു കൂട്ടുകയാണ് മനുഷ്യൻ, പരദ്രോഹമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മളെ എന്തിനാ ഉച്ചഭാഷണിയിലൂടെ അടിച്ചേപ്പിക്കുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത ആശയം, അവരവരുടെ ആശയങ്ങള്. അതേസമയം ആചാര്യന്മാര് പറയുന്നത് ബ്രഹ്മം എന്ത് പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്റേതായിരിക്കട്ടെ. അതല്ലേ ഭഗവത്ഗീത ഇപ്പോഴും പിന്തുടരുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ആ 9 അധ്യായങ്ങള് ഈ ഭൂമിയുടെ ചരിത്രമാണ് അവിടെ. അതിൽ ഭാരതത്തിലെ രാജാക്കന്മാരുടെ ചരിത്രം, 10ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ അവതാരം, പിന്നെ ഭഗവാന്റെ ബാലലീല. നമ്മളിങ്ങനെ ഈഗോ ആയിട്ട് അഹന്ത കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ, ഒരു മനുഷ്യനല്ലേ നമ്മൾ, മരിച്ചു പോകുന്നവരല്ലേ,
ഈ ലീല ഭഗവാന്റെ ബാലലീല, വെണ്ണ കെട്ട് തിന്നുന്നതോ, വൃന്ദാവനത്തിൽ ഓടിക്കളിക്കുന്നതോ, പശുക്കളെ മേയ്ക്കുന്നതോ, ഗോവർദ്ധനോദ്ധാരണമോ, അമ്മ ഉറിയിൽ കെട്ടിയിടുമ്പോ മരത്തെ രക്ഷിക്കുന്നതോ, ഇങ്ങനെയുള്ള കുഞ്ഞു 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 സംഭവങ്ങളോടുകൂടി വലിയ വലിയ പ്രപഞ്ച രഹസ്യങ്ങൾ ഭഗവാൻ കാണിച്ചു തരിക ബാല്യം. അതല്ലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നുകൂടെ ആടാമെന്ന് കവി ചോദിക്കുന്നു. അതൊന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കംസൻ ഇല്ലാതാകും. പരമമായ ഈശ്വരപ്രേമം ജന്തു ജീവജാലങ്ങളോട് തോന്നും. ഞാനെന്നും എന്റേതെന്നും ഒക്കെയുള്ള ആ ഒരു 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 വെറും ഒരു ഭാവനയത്. എന്റേതായി ഒന്നുമില്ല, ഒരു പിടി വിറകിന് പോലും ഇല്ല ഈ പ്രപഞ്ചത്തിൽ. നമ്മുടെ ഈ ശരീരം അത് കത്തിച്ചാമ്പലാകും. അതുവരെയുള്ള ഡ്രാമയാണ് ഈ കാണിക്കുന്നത്. അത് ബോധ്യം വരണമെങ്കിൽ ശ്രീകൃഷ്ണ ഭാഗവതം കേൾക്കണം. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഇത്തിരി ദുരിതമുണ്ട്. നമ്മളെല്ലാം കർമ്മികളാണ്. കർമ്മം ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ ബോഡിയിൽ വന്നത്. ഗൃഹസ്ഥാശ്രമിക്ക് കർമ്മമുണ്ട്. സന്താന പരിപാലനം, ഭാര്യ പരിപാലനം, അല്ലെങ്കിൽ ഭർത്തൃപരിചരണം, ഇങ്ങനെ നമുക്ക് കുറേ ബണ്ടിലുണ്ട്, കുറെ കർമ്മമുണ്ട്. ഈ കർമ്മങ്ങൾ നമ്മൾ മുടിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. ഈ കർമ്മങ്ങൾ നമുക്ക് നല്ല സക്സസ് ആയിട്ട് സാമർത്ഥ്യത്തോടെ ചെയ്യാൻ പറ്റുന്നുമില്ല. ഒന്നുകിൽ പണം കാണത്തില്ല, അല്ലെങ്കിൽ ആരോഗ്യം കാണത്തില്ല, അല്ലെങ്കിൽ സഹായി കാണത്തില്ല. ഏതെങ്കിലും ഒന്നിന്റെ അഭാവമാണ്. പക്ഷേ ഭാഗവതം അങ്ങോട്ട് ഒരു വട്ടം സത്യസന്ധമായിട്ട് വന്നിരുന്ന് കേട്ടാല്, ശ്രദ്ധയോടുകൂടി കേട്ടാല്, ഏതെങ്കിലും ഒരു കഥയാണെങ്കിലും ഭഗവാൻ പറയുന്നുണ്ട്. ഒരു പകുതി ശ്ലോകമാണെങ്കിലും വേണ്ടില്ല, കേട്ടാൽ അപ്പോൾ തൊട്ട് അവന്റെ കർമ്മദോഷങ്ങൾ മാറിയിട്ട് അവൻ മിടുക്കനായി വരികയാണ്, കർമ്മശക്തി കിട്ടുകയാണ്. ഭഗവത്ഗീത തന്നെ കർമ്മയോഗമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ബോധമുള്ള ആചാര്യന്മാര് ശാന്തചിത്തരായിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് ചോദിക്കുകയും പറയുകയാണിത്. തമ്മിലെ സംവാദം, വിതുര മൈത്രേയ സംവാദം, പരീക്ഷിച്ചും ശുഖം തമ്മിലുള്ള സംവാദം. ഒരു വിഷയം ഗുരു അവതരിപ്പിക്കുമ്പോൾ സംശയം തോന്നിയ ചോദിക്കാം, എന്താണ് ഗുരു അങ്ങനെയെന്ന്. നമ്മളുടെ ഈ യജ്ഞത്തിന് അതിന് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു പ്രത്യേകമായ യജ്ഞമാണ്. ഈ യജ്ഞത്തില് ഒരുപാട് ധന്യാത്മാക്കൾ അമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നു, പക്ഷെ അമ്മ ഭാഗവതാചാര്യാണെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമൂർത്തി ഈ ശ്രീകൃഷ്ണസ്വാമിയാണെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ അമ്മ ഒരിക്കൽ കൂടി ഭാഗവതം ഒന്ന് കേൾപ്പിക്കാമോ? ഞാന് ചിന്തിച്ചു. അതുകൊണ്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നതല്ലേ രൂപ ആവിഷ്കരിക്കപ്പെടുന്നത്. എന്ത് ചിന്തിക്കുന്നോ അത് പ്രകൃതി. ഇതൊരു വലിയ കാര്യമാണ് ചിന്തിച്ചത്. അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനത് മടിയില്ല തന്നെ പറയാം. ഇത് നമ്മൾ നല്ല രീതിയിൽ അതിന്റെ വീഡിയോ പിടിപ്പിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. കുന്തി സ്തുതി, ബ്രഹ്മസ്തുതി, പ്രഹ്ലാദ സ്തുതി, ഇങ്ങനെ കുറെ സ്തുതികളുണ്ട്. ഈ സ്തുതികളുടെ ഗുണം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ഈ സ്തുതികളിൽ ഒരെണ്ണം നിങ്ങൾ ശരിക്ക് കേട്ടാൽ നിങ്ങളുടെ ഒരു 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 വലിയ ദുരിതം തീർന്നു പോകും. അപ്പോൾ നമ്മളിപ്പോ സാധാരണ യജ്ഞശാലകൾക്ക് ഇതരമായി, അമ്മ തന്നെ ഒരു ഇതര വസ്തുവാണല്ലോ. ആചാര്യനാണോ അല്ല, ഗൃഹസ്ഥാശ്രമിയാണോ അല്ല, അവധൂതിയാണോ അല്ല. അപ്പൊ അങ്ങനെ ഇത് ഈ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളിത് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അന്നദാനമുണ്ട്, ഭക്ഷണമുണ്ട്, കീർത്തനമുണ്ട്, ഹോമങ്ങളുണ്ട്. അധസർവഗുണോപേദ കാല പരമശോഭന ജന്മർഷം ശാന്തർഷഗ്രഹധാരകം. അധസർവഗുണോപേദ കാല പരമശോഭന ജന്മർഷം ശാന്തർഷഗ്രഹധാരകം. ഈ ഒരു ശ്ലോകം ഭഗവാൻ അവതരിക്കാൻ പോകുമ്പോൾ വ്യാസര് പറഞ്ഞതാണ്. ഞാൻ ഇത് എടുത്ത് പറയാൻ കാര്യം, നമുക്ക് ശനി മാറുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഭയപ്പെടുത്തുന്ന നമ്മളെ, രാഹുവിന്റെ ദോഷം, ശനി ദോഷം, ഇങ്ങനെ വക്രബുദ്ധി പോകുന്ന ശനി എന്നൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് നമ്മള്. പക്ഷേ ഭാഗവതം പാരായണം ചെയ്ത് ശ്രീകൃഷ്ണാവതാരം വായിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം ഒരു സെക്കൻഡ് നേരത്തേക്ക് യഥാർത്ഥത്തിൽ നല്ല സ്ഥാനങ്ങളിൽ വന്ന് നിൽക്കുമെന്നാണ്. നിന്നേ മതിയാകൂ. കാര്യം ഭഗവാന്റെ ആജ്ഞാനുവർത്തികളാണ് നവഗ്രഹങ്ങള്. അതാണ് സർവഗുണോവേദ കാല പരമശോഭന ജനജന്മർഷം ശാന്തർഷഗ്രഹധാര. അന്നും അങ്ങനെ നിന്നു. ദ്വാപരയുഗത്തിൽ കൃഷ്ണാവതാര സമയത്ത് ചിങ്ങമാസത്തില് അർദ്ധരാത്രിക്ക് അഷ്ടമി നാളില് അതൊന്നും കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അവതാര സമയം ഘോഷിക്കുമ്പോഴേ അറിയാതെ തന്നെ ഗ്രഹങ്ങൾ വന്ന് നിൽക്കും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനമുണ്ട്. ശ്രീ ശിവപ്രഭാര സിദ്ധിയോഗിയുടെ നവഗ്രഹ മണ്ഡപമുണ്ട് ഇവിടെ. അത് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രഹപൂജയുണ്ട്, നവഗ്രഹ പൂജയുണ്ട്. അപ്പോൾ നമ്മള് ജ്ഞാനയജ്ഞമാണെങ്കിൽ പോലും അത് മഹർഷിമാർക്കേ പറ്റുള്ളൂ. കർമ്മികളായിരിക്കുന്ന മനുഷ്യരെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്
ചെയ്യുന്നത്. വളരെ ശാന്തമായിരിക്കും. യജ്ഞശാല ഊട്ടുവരെ അല്ല, യജ്ഞശാല ജ്ഞാന സമ്പാദനത്തിനുള്ള സ്ഥാനമാണ്. ശാന്തത വരാനും സംസ്കൃതം അറിയണമെന്നില്ല. സത്യസന്ധമായ വ്രതശുദ്ധിയോടുകൂടി ഞാനിത് പറയുമ്പോൾ തൊട്ടൊരു 7 ദിവസത്തേക്ക്, 7-ാം തീയതിയാണ് നമ്മളിത് തുടങ്ങാൻ പോണത്. 6-ാം തീയതി ഓച്ചിറ പരബ്രഹ്മ സമിതി ചുറ്റുനാമക്കാരുടെ അഖണ്ഡനാമമുണ്ട്. 7-ാം തീയതിയോടുകൂടി നമ്മൾ രാവിലെ തുടങ്ങും, അഖണ്ഡം തുടങ്ങും, പാരായണം തുടങ്ങും. അതിനുശേഷം എല്ലാ ദിവസവും ഇത് തന്നെ കൈകാര്യം ചെയ്യുന്ന ജ്ഞാനികളായ പണ്ഡിതന്മാരുണ്ട്. അവര് വന്ന് കഥ പറയും. കഥ നമ്മൾ കുറച്ച് വീഡിയോ പിടിക്കും. അപ്പൊ തീർച്ചയായിട്ടും വൈദിക ഹോമങ്ങള്, പുരുഷ സൂക്ത ഹോമം, ധന്വന്തരി ഹോമം, കുടുംബ സുഹൃതം സംരക്ഷിക്കാനും വരും തലമുറ ഐക്യമത്യം അതില്ലല്ലോ നമുക്ക്. ഹിന്ദു ധർമാചരണം സാർവത്രികമാക്കാനും ധനസമൃദ്ധിക്ക്, തൊഴിൽ സാധ്യതയ്ക്കും ഒക്കെ നവധാന്യ ഹോമം ഉണ്ടായിരിക്കുന്നതാണ്. ഹിന്ദു ധർമാചരണം വേറെ ഒന്നുകൊണ്ടും നമുക്കിപ്പോൾ ക്ഷേത്ര വിശ്വാസികൾക്ക് രക്ഷപ്പെടാനൊക്കത്തില്ല. ഒരു ധർമാചരണം ഉണ്ട് നമ്മുടെ ഹൈന്ദവർ. അതിൽ പ്രധാനമാണ് നമ്മുടെ ഈ പറഞ്ഞ ഭാഗവത യജ്ഞം. അത് കോലാഹലം ഉണ്ടാക്കാനും സിനിമാറ്റിക് ഡാൻസ് നടത്താനും ഒന്നും ഇവിടെ അനുവദിക്കത്തില്ല. മഹാഗുരുവായ ശിവപ്രഭാര ശുദ്ധി ഇവിടെ ഇരിക്കുകയാണ്. ഈ 33 യജ്ഞങ്ങളിലും അങ്ങനെയൊന്നുമില്ല. കരുവറ്റ ഗോലോകാശ്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ പ്രഭാഷണമുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സദയം ക്ഷണിക്കുകയാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോ പ്രതീക്ഷിക്കേണ്ട. പ്രധാന വീഡിയോ വേദിയിൽ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ അമ്മയും വ്രതശുദ്ധിയിലാണ്, നിങ്ങളും വ്രതശുദ്ധിയിലാകണം. ഞാൻ ഈ മഹാകർമ്മത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പറയാൻ പറ്റാത്ത വേദനകള് നമ്മൾ കാണുന്നുണ്ട്. വിവിധ എന്താ പറയുന്നത്, നിഷേധ ശബ്ദങ്ങളും പ്രതിഷേധ ശബ്ദങ്ങളും ഈ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ദിനം പ്രതി. നമ്മുടെ നാട്ടിലെ അതൊന്നും ആഹാരത്തിന് അന്നം മുട്ടിക്കുന്ന ശബ്ദങ്ങളാണ് അതൊക്കെ. നമ്മൾ ഗുരുപരമ്പരയും ശ്രീകൃഷ്ണനെയും മാത്രം ശ്രദ്ധിക്കുക. മരിച്ചു പോകുന്ന മനുഷ്യൻ ഒരിക്കലും നമുക്ക് ആരാധ്യ പുരുഷനാകരുത്. ആരാധ്യ പുരുഷൻ ശ്രീകൃഷ്ണൻ തന്നെ. കൃഷ്ണസ്ഥ സ്വയം ഭഗവാൻ, സൃഷ്ടി നടത്തിയിട്ടുള്ള ദൈവമാണിത്. പശുക്കളെ, മരിച്ചുപോയ ഗുരുപുത്രനെ ലോകത്തൊന്ന് കൂട്ടിക്കൊണ്ടുവന്നു. മരിച്ചുപോയ ബ്രാഹ്മണന്റെ മരിച്ചുപോയ സന്താനങ്ങളെ സന്താനഗോപാല കഥയിലെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. കഥ ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ, ചെറിയ വീഡിയോ അല്ല, വീഡിയോ നീണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ഒരൊറ്റ ശ്ലോകം നിങ്ങളോട് പറയാണ്. അധസർവ ഗുണോപേത കാല പരമശോഭന യർക്കേവ ജനജന്മർഷം ശാന്തർഷ ഗ്രഹധാരകം. ശുക്രനും ചൊവ്വയും ഒക്കെ എന്ന് ശാന്തതപ്പെട്ടെങ്കിൽ ഇതൊന്നും ജഡവസ്തുക്കളല്ല. എന്റെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്ന ഇവയ്ക്കെല്ലാം ജീവനുണ്ട്. ചൊവ്വ ഗ്രഹം, ശുക്രന്, ശനി, ഇവരെല്ലാം ഒന്ന് ശാന്തതപ്പെടുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ ചരിതം. അതിന് ശ്രമിക്കുകയാണ്. നിയോഗമില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് നിയോഗം വന്നിരിക്കുകയാണ്. സാധാരണ നമ്മുടെ ഗുരുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മാർച്ചിലാണ് ഇത്. അതല്ല, അതിനു മുമ്പ് നമ്മള് ഭഗവാന്റെ ഒരു അല്പകാരുണ്യം ഉള്ളതുകൊണ്ട് ഈ യജ്ഞം സമാരംഭിക്കുന്നത് 7-ാം തീയതിയാണ്. ഇത് ഞാന് എല്ലാവരെയും യജ്ഞശാലയിലേക്ക്, ചിങ്ങോലിയിലേക്ക് ക്ഷണിക്കുകയാണ്. ധാരാളം പേര് ഇപ്പം നമുക്ക് ദൂരെ വീഡിയോ കണ്ടിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നങ്ങിയാർളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ്. ആലപ്പുഴയിൽ നിന്ന് തെക്കോട്ട് പോയാലും തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് വന്നാലും നങ്ങിയാർളങ്ങര ഇറങ്ങിയ കാർത്തിയപ്പള്ളി ടൗൺ ആണ് നമ്മുടെ ആശ്രമം നിൽക്കുന്നത്. അവിടെ തന്നെ ചിങ്ങോലി. അപ്പൊ ഇവിടെ വന്ന് വളരെ ശാന്തമായിട്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ശാന്തമായിട്ടായിരിക്കും യജ്ഞം കടന്നു പോകുന്നത്. ആരും പട്ടിണി ഇരിക്കേണ്ടി വരത്തില്ല. അല്പം ഭക്ഷണമൊക്കെ എല്ലാവർക്കും തന്ന് സന്തോഷമായിട്ട് തന്നെ നമുക്ക് 7 ദിവസം കടന്നുകൂടാം. ഭഗവാനും ശിവപ്രഭാര സിദ്ധയോഗിയും നമ്മെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ യജ്ഞം നമുക്ക് എല്ലാ ചരാചരങ്ങൾക്കും ഒരുപോലെ സുഖകരമാക്കാം. ഈ യജ്ഞത്തിന്റെ സന്ദേശം ഞാൻ വായിക്കാം. ഭഗവാന്റെ സന്ദേശമാണ്. സ ഓം നമോ ഭഗവതേ വാസുദേവായ. സർവാത്മാവഹം സർവലോകങ്ങളിലും വ്യാപ്തനായുള്ള ഒരു ഞാൻ എല്ലാ കാലവും എല്ലാരോടും
അല്ലലില്ലാതെ വിരോധം വിനാവാണിയിടുന്നു. ഞാനെന്നും എന്റേതെന്നും എനിക്കെന്നും എന്റെ എന്നതുമില്ല. മാനാദി ഭേദാഭേദ സുഖദുഃഖവുമില്ല. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ? അതുകൊണ്ട് ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പദാരവിന്ദങ്ങളില് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ സമർപ്പിക്കട്ടെ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങള് യജ്ഞവൈഭവമായിരിക്കും. അമ്മ ഒരുപാട് ധ്യാനനിരതയായി നിഷ്ഠയോടുകൂടി ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടുതല് മൗനവ്രതം അവലംബിച്ച് നിഷ്ഠ ചെയ്തെങ്കിൽ മാത്രമേ യജ്ഞം പൂർണ്ണ ഫലത്തെ നൽകുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ ഒരു ക്ഷണക്കത്തായിട്ട് എടുത്ത് ഈ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് നിങ്ങളുടെ അന്തരാത്മാവിൽ തോന്നുന്നെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് വിടുക. വരാനൊക്കുന്നവർ വരട്ടെ, എല്ലാവരും ഷെയർ ചെയ്യുക. അമ്മയുടെ അടുത്തേക്ക് വരാമല്ലോ, ഇവിടെ വന്ന് ഇരിക്കാമല്ലോ, ഇത് കേൾക്കാമല്ലോ. എല്ലാവരും ഷെയർ ചെയ്യണം. സൗകര്യമുള്ളവർ പറയട്ടെ. ഒരിക്കൽ കൂടി ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. ജയ് രാധേശ്യാം.